വാഴ്ത്തപ്പെട്ട ഇവിടെ ആയിരിക്കുന്ന അധ്യക്ഷനും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവഭക്തർക്കും യേശുവിനെ നമുക്ക് സ്നേഹമുണ്ട്. ചെറുകഥ. തള്ളിയ കല്ല്. ഒരിക്കൽ ഒരിടത്തൊരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീടിന്റെ പണികൾ നടക്കുകയായിരുന്നു. അവിടെ വീട് പണികൾക്കായി കുറെ കല്ലുകൾ ഇറക്കി. അവിടെ ഉണ്ടായിരുന്ന പണിക്കാർ എല്ലാവരും ഓരോ കല്ലുകളായി കൂട്ടിയെടുത്ത് മാറ്റിവെക്കാൻ തുടങ്ങി. എന്നാൽ അതിലൊരു കല്ല് അത്ര നല്ലതല്ല എന്നവർക്ക് തോന്നി. അവർ അതെടുത്ത് കളഞ്ഞു. അങ്ങനെ വീടിന്റെ പണികൾ തുടങ്ങി. എന്നാൽ ഈ പണികൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി കളഞ്ഞ കല്ലെടുത്ത് മാറ്റിവെച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് കല്ലിടേണ്ട സമയം വന്നു. എല്ലാ പണിക്കാരും ഒരുമിച്ച് കൂടി. അപ്പോൾ അതിലുള്ള ഒരു വ്യക്തി അന്ന് മാറ്റിവെച്ച കല്ലുമായി വരുന്നത് കണ്ട് പണിക്കാർ ചോദിച്ചു, ഇതെന്തിനാണ് എടുത്തോണ്ട് വരുന്നത്? ഇത് ഉപയോഗവുമില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇതിനോട് യോജിക്കുന്ന മറ്റൊരു കല്ലില്ല. ഇത് ഒരു പ്രത്യേക കല്ലാണ്. അതിനാൽ ഇത് മൂലക്കല്ലാക്കാം. അങ്ങനെ ആ കല്ല് അവിടെ മൂലക്കല്ലായി മുന്നോട്ട് പണികൾ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവിടുത്തെ പ്രധാന പണിക്കാരൻ വന്നു. അയാൾ തന്റെ ജോലിക്കാർ ചെയ്യുന്ന പണികൾ നോക്കിക്കൊണ്ടിരിക്കവേ അയാളുടെ ശ്രദ്ധയെ കല്ലുകളിലേക്ക് പോയി. അയാൾ അതെല്ലാം നോക്കി പരിശോധിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒരു കല്ല് മാത്രം ഇട്ടിരിക്കുന്നത് കണ്ട് തന്റെ പണിക്കാരനോട് ചോദിച്ചു, ഒരു കല്ല് മാത്രം എന്തിനാ മാറ്റിയിട്ടിരിക്കുന്നത്? അപ്പോൾ ആ പണിക്കാരൻ പറഞ്ഞു, ഈ കല്ലൊരു ഭംഗിയില്ല. കണ്ടില്ലേ, മറ്റു കല്ലുകളുടെ കൂട്ടത്തിൽ ഇട്ടാൽ യോജിക്കില്ല. ഇതിനെ മറ്റു കല്ലുകളുടെ കൂട്ടത്തിൽ ഇട്ടാലും ഇതിനോട് യോജിക്കുന്നത് വേറെ ഇല്ല. ഇത് ഒരു ഉപയോഗവും ഇല്ലാത്തത് ആയതുകൊണ്ട് ഞങ്ങൾ അതിനെടുത്ത് കളഞ്ഞ് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ കല്ല് പോലെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണമില്ല, സൗന്ദര്യമില്ല, ഈ വിദ്യാഭ്യാസമില്ല, ഒരു യോഗ്യതയുമില്ല എന്ന് എല്ലാവരും നമ്മെ നോക്കി പറയുന്നവരില്ലേ? നമ്മുടെ സ്വന്തക്കാർ പോലും പറഞ്ഞിട്ടില്ലേ? നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിതർ പോലും, വ്യക്തികൾ പോലും നമ്മെ തള്ളി പറഞ്ഞിട്ടില്ലേ? സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ? എന്നാൽ ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മെ കുറിച്ച് ഇല്ലാവചനം പറഞ്ഞാലും തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാകുന്ന ഒരു സ്നേഹം നമുക്കുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. എന്റെ മകളെ, നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം നമുക്കുണ്ട്. നമ്മെ ഓരോ കാരണങ്ങളാൽ നിന്ദിച്ചവരുടെ മുൻപാകെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപാകെ മാനിക്കുന്ന ഒരു ദിവസം വരും. നിന്നെ 10 പേരുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞാലും 1000 പേരുടെ മുൻപിൽ നിന്നെ മാനിക്കുന്ന ഒരു ദിവസം വരും. കാത്തിരിക്കാം. പാട്ടുകാരൻ ഈ പ്രകാരം പാടുന്നു, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാ